സുധാര, എന്താടാ നമുക്ക് പറ്റിയത്? നാലുമ്പോ തീ പിടിച്ച പോലെ. ഒന്നുമില്ല. എന്താടാ, ചോറും കൊണ്ടില്ല? വയറ്റിലരിച്ചിലുണ്ടോ? അതെ, വയറ്റിരിച്ചിലുണ്ട്. എന്നാലേ ഇത്തിരി മല്ലി എടുത്ത് കടിച്ച ചർച്ചയില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കോതല്ലേ നിങ്ങള്? അതോ എന്താരാണ്ട് പറഞ്ഞ പോലെ ഒരു സൂര്യം തല്ലച്ച. മതി, സുന്ദരനായിട്ടുണ്ട്. കുട്ടി എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? വന്നാലെന്താ? കുട്ടി ആളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങും. എനിക്ക് പേടിയില്ല. എന്നാ കാപ്പി. സുമയോ? എന്താ സുമ എന്നാലേ ഇറങ്ങൂ? ഞാൻ വരുമ്പോ സുമ കാപ്പി എടുക്കണു. മണിക്കുട്ടി നല്ല കരച്ചില്. എന്നോട് ഏട്ടനീ കാപ്പി കൊടുക്കാമോ എന്ന് ചോദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ അവകാശം സ്ഥാപിക്കാൻ വന്നൊന്നല്ല എന്റെ പൊന്നെ. അവർക്കൊക്കെ സംശയം തോന്നിയാ പിന്നെ ജീവിക്കണ്ട. എന്നാ മരിക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ സംശയമുണ്ടോ? അവർക്ക് സംശയേ ഇല്ല. ശരിക്കും അറിയാം എന്ത്? നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞിരുന്നോ? ആളുകളെ കൊണ്ട് പറയിക്കാതെ വേഗം എന്നെ കെട്ടണം. എന്നിട്ട് കുറെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കും. ഓ വയ്യ. കുറെ ദിവസമായിട്ട് മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നെഞ്ചിനുള്ളിൽ ഒരു ബോംബ് വെച്ച പോലെയാ, അറിയോ? അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ അങ്ങോട്ട് മറന്നേക്ക്. അതും ഇപ്പൊ പറ്റണില്ലല്ലോ. മാണിക്യം വിഴിയ പോലെയാ. ദഹിക്കണമില്ല, പുറത്തേക്കോട്ട് പോണമില്ല. എന്നാ ഉള്ളിൽ നല്ല പ്രകാശം ഉണ്ട് താനും. ഓഹോ, അപ്പോ നമ്മളാണ് ഈ മാണിക്യം വിഴിയ കണാരൻ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കുട്ടി എന്ത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ? ഈ ഞൊണ്ടിക്കാല്, ഈ മൊശടത്തരം, പിന്നെ ഈ കൗമാരപ്രായം, വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു ചക്കട സൈക്കിള്. പരിഹസിക്കണ്ട. പിണങ്ങിയോ? ദാ നോക്കൂ, ഒരു വലിയ പൂമരം നിറയെ പൂത്ത് നിൽക്കാണ്. ഈ മനസ്സ്, ആ മരത്തിന് തണലില് എന്താ സുഖമെന്നറിയോ? ഒരല്ലലും അറിയില്ല, വിഷമം അറിയില്ല. എനിക്കത് മതി. എന്റെ ഭാഗ്യം. സുധാര, സുമ പോയിക്കോട്ടേന്ന്. ഇറങ്ങി. അവളോടെ മർത്തക്കുണ്ട്. എന്താ മോളിന്ന് പഠിക്കാൻ പോണില്ലേ? എന്താ അമ്മയ്ക്ക് കൂട്ടുവേണമെന്നുണ്ടോ? ഞാൻ റെഡി.